പാൽപുട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ രുചികരമായിട്ടുള്ള പാൽപുട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ പാൽപുട്ട് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പാക്കറ്റിലുള്ള പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം ഉപ്പും 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ഒന്ന് ചേർത്ത് ഒരു 10 മിനിറ്റോളം ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയം നമുക്കൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ച് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തതിന് ശേഷം പകുതി ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 5 മിനിറ്റോളം വഴറ്റുമ്പോഴത്തേക്കും ക്യാരറ്റിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 3 സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള പുട്ട് നമുക്ക് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും തേങ്ങയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ പുട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ പുട്ടുകുഴലിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ചേർത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ലെയറായിട്ടാണോ പുട്ട് വേണ്ടത് അതിനനുസരിച്ചിട്ട് പുട്ടുകുഴലിൽ മാവൊന്ന് നിറച്ചു കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചിരകിയ തേങ്ങ കൂടെ വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് സാധാരണ പുട്ട് വേവിക്കുന്നത് പോലെ തന്നെ ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പാൽപുട്ട് റെഡിയായി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.